സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ക്രമക്കേടുകളിൽ ധനവകുപ്പ് കൂടുതൽ കടുത്ത നടപടികളിലേക്ക്. കോട്ടക്കൽ നഗരസഭയിലെ 7-ാം വാർഡിൽ നിന്ന് മാത്രമായി 38 പേർക്ക് അനർഹമായി പെൻഷൻ ലഭിക്കുന്നതായി കണ്ടെത്തൽ. തട്ടിപ്പിന് കൂട്ടുനിന്ന ഉദ്യോഗസ്ഥർക്കെതിരെ വിജിലൻസ് അന്വേഷണത്തിന് ധനമന്ത്രി ശുപാർശ ചെയ്തു. കോട്ടക്കൽ നഗരസഭയിലെ മുഴുവൻ ഗുണഭോക്താക്കളുടെയും അർഹത പരിശോധിക്കും. വിവരങ്ങളുമായി ബിനിൽ ലീല സാബു ചേരുന്നുണ്ട്. ബിനിൽ, ഇത് തൽക്കാലം കോട്ടക്കൽ എന്ന ഒരൊറ്റ പ്രദേശത്ത് മാത്രം നിൽക്കുന്ന ഒരു സംഭവമായിരിക്കില്ലല്ലോ. കാരണം ധനവകുപ്പ് ഇടപെട്ട് ഇത്തരത്തിൽ അനർഹർ ധാരാളം പേർ ഈ സാമൂഹ്യക്ഷേമ പെൻഷനുകൾ കൈപ്പറ്റുന്നുണ്ട് എന്ന കാര്യം കണ്ടെത്തിയ സ്ഥിതിക്ക് സജീവമായി നടപടികളുമായി നീങ്ങാനാണോ ധനവകുപ്പിന്റെ തീരുമാനം? പ്രശ്നം തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. ഈ നടപടികളുടെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ കൂടുതൽ പരിശോധനകൾ കടന്നതും. ഇപ്പോൾ ഈ കോട്ടക്കൽ നഗരസഭയിലെ 42 പേരാണ് ഒരു വാർഡിൽ, 7-ാം വാർഡിലെ കണക്കാണിത്. 42 പേർ അവിടെ ഈ ഗുണഭോക്താക്കളാണ്. ഇതിൽ 38 പേരും അനർഹരാണ് എന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആദ്യം മുതൽ തന്നെ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ മുതൽ പറയുന്നത്, ഇതിൽ ഒരു അഴിമതിയോ ഗൂഢമില്ലാതെ ഇത്തരം കാര്യങ്ങൾ നടപ്പിലാക്കാൻ കഴിയില്ല. കാരണം 1458 പേരാണ് കഴിഞ്ഞ ദിവസം അത്തരത്തിൽ സർക്കാർ ജീവനക്കാർ അനർഹമായി ഈ ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്നതാണ് കണ്ടെത്തിയത്. അതിൽ ഒരു ഗൂഢാലോചനയില്ലാതെ ഇക്കാര്യം മുന്നോട്ട് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു തട്ടിപ്പ് നടത്താൻ കഴിയില്ല എന്ന് ധനവകുപ്പ് കരുതിയിരുന്നു. അതിന്റെ ഒരു തെളിവാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നത്. ഒരു വാർഡിൽ മാത്രം എങ്ങനെയാണ് ഇത്രത്തോളം കൂട്ടത്തോടു കൂടി ആളുകൾ അർഹർ ഇതിൽ ഉൾപ്പെടുന്നതെന്ന ചോദ്യമാണ് ധനവകുപ്പ് ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അത്തരം നടപടികളിലേക്ക്, പരിശോധനയും അതിനടക്കം നടപടികളിലേക്കും കടക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ നഗരസഭയിലെ ഈ 7-ാം വാർഡിലെ പരിശോധനയിൽ കണ്ടത് ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ്. അതിൽ BMW കാർ ഉള്ളയാൾ വരെ ക്ഷേമ പെൻഷൻ വാങ്ങുന്നു. അതോടൊപ്പം ഭാര്യയോ ഭർത്താവോ ഈ സർവീസ് പെൻഷൻ വാങ്ങിക്കുന്ന ആളുകൾ ഇത്തരത്തിൽ പെൻഷൻ വാങ്ങുന്നുണ്ട്. 2000 ചതുരശ്രടി മുകളിൽ വീടുള്ള, എയർ കണ്ടീഷനുള്ള വീടുകൾ, അതൊക്കെ ഇതിന്റെ മാനദണ്ഡമാണ്. അത്തരം ഉള്ള സുഖസൗകര്യങ്ങളുള്ള ആളുകൾ, അത്തരം സൗകര്യങ്ങളുള്ള ആളുകൾ ഈ പെൻഷൻ വാങ്ങാൻ അർഹരല്ല. പക്ഷേ ഇപ്പോൾ ഈ പരിശോധനയിൽ കണ്ടെത്തിയിരിക്കുന്നത് ഇത്തരം പട്ടികയിലുണ്ട് എന്നതാണോ, അതോ ഇവർ നേരിട്ട് വാങ്ങുന്നുണ്ട് ഈ പെൻഷൻ? ഇവർ കൈപ്പറ്റി ഈ BMW ഉള്ള ആളും ഈ എയർ കണ്ടീഷനുള്ള വലിയ വീടുകളിൽ താമസിക്കുന്നവരുമൊക്കെ ഈ പണം കൈപ്പറ്റുന്നുണ്ട് എന്ന് തന്നെയാണോ കണ്ടെത്തിയിരിക്കുന്നത്, അതോ ഇവരൊക്കെ ഈ പട്ടികയിൽ ഉണ്ട് എന്നാണോ? നിലവിൽ ഈ പട്ടികയിലുണ്ട് എന്നാണ് കണ്ടെത്തിയിരുന്നത്. പക്ഷേ ഇവർ പെൻഷൻ വാങ്ങിച്ചിരുന്നു എന്നും ധനവകുപ്പ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. നിലവിൽ എന്തായാലും ഇത്തരം നേരത്തെ പറഞ്ഞതുപോലെ 2000 സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള വീട്ടിൽ എയർ കണ്ടീഷനുള്ള ആളുകൾ ഇത്തരത്തിൽ ഈ പെൻഷൻ വാങ്ങാൻ അർഹരല്ല. അത്തരം ആളുകൾ പെൻഷൻ വാങ്ങുന്നുണ്ട് എന്ന് ധനവകുപ്പ് നേരത്തെ കണ്ടെത്തിയതാണ്. അതായത് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന 1458 പേരുള്ള ആ പട്ടികയിലെ ഇത്തരം സൗകര്യമുള്ള ആളുകൾ വാങ്ങുന്നുണ്ട്, പെൻഷൻ വാങ്ങുന്നുണ്ട് എന്ന് കണ്ടെത്തുകയും അത് കൃത്യമായി തന്നെ അതിന് കണക്കുണ്ട്. കാരണം ഈ മസ്റ്ററിംഗ് നടപ്പിലാക്കണം. നേരത്തെ തന്നെ സർക്കാർ വ്യക്തമാക്കിയതാണ്, ഈ സർക്കാർ ജോലി ലഭിച്ചതിന് ശേഷം ഇത്തരത്തിൽ പെൻഷൻ അർഹതയുള്ള ആളുകൾ അത് വാങ്ങാൻ അവർക്ക് കഴിയില്ല, അതിൽ നിന്ന് പിന്മാറണമെന്ന് സർക്കാർ നേരത്തെ അറിയിച്ചതാണ്. പ്രത്യേകിച്ച് 2023 ഫെബ്രുവരിയിൽ സർക്കാർ ഒരു പ്രത്യേക നിർദ്ദേശം കൂടി ഇതിൽ പറഞ്ഞിരുന്നു. ഈ വരുമാനം സംബന്ധിച്ച കാര്യങ്ങൾ അത് കൃത്യമായി പരിശോധിക്കണം, അതിന് നിർദ്ദേശം നൽകിയിരുന്നു. എന്നിട്ടും എങ്ങനെയാണ് അനർഹർ ഈ പട്ടികയിൽ തുടരുന്നത് എന്നുള്ള ചോദ്യമാണ് അതിൽ ഉള്ളത്. നിലവിൽ അവർ ഒഴിവാക്കുകയോ അല്ലെങ്കിൽ ഇതിൽ നിന്നും മാറ്റി നിർത്തപ്പെടുകയോ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഗൂഢാലോചന എന്നൊരു കാര്യം ഇതിലേക്ക് വരുന്നതും. എന്തായാലും ഗുരുതരമായ ധനകാര്യ പരിശോധന വിഭാഗം കണ്ടെത്തിയിരിക്കുന്നത്. നേരത്തെ ഹർഷം പറഞ്ഞതുപോലെ ഇത് കോട്ടക്കൽ നഗരസഭയിലെ 7-ാം വാർഡിൽ മാത്രമല്ല, സംസ്ഥാന വ്യാപകമായി ഇത്തരത്തിൽ പ്രശ്നങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഇതിൽ വിജിലൻസ് അന്വേഷണത്തിന് ശുപാർശ ചെയ്തിട്ടുണ്ട്. അത് ഈ പെൻഷന്റെ ആനുകൂല്യം, അതായത് ഇവർക്ക് അർഹരാണോ എന്ന് ഉദ്യോഗസ്ഥർ കണ്ടെത്തണം. അതിനുശേഷം വരുമാന സർട്ടിഫിക്കറ്റ് നൽകിയ റവന്യൂ ഉദ്യോഗസ്ഥർ, അതിനപ്പുറം പെൻഷൻ അനുവദിക്കുന്ന ഉദ്യോഗസ്ഥർ, ഈ ഉദ്യോഗസ്ഥ തലത്തിൽ കൃത്യമായ വീഴ്ച അല്ലെങ്കിൽ അവരുടെ ഇടപെടൽ ഗൂഢാലോചന ഇതിലുണ്ട് എന്നാണ് ധനവകുപ്പ് സംശയിക്കുകയും പിന്നീട് കണ്ടെത്തുകയും ചെയ്തത്. എന്തായാലും നിലവിൽ ഇതിൽ തുടർ നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് സർക്കാർ, ധനവകുപ്പ് തീരുമാനിച്ചിട്ടുള്ളത്. അതിന്റെ ഭാഗമായി നിലവിൽ ഈ കണ്ടെത്തിയ ആളുകൾ ഇപ്പോൾ ചെറിയ ഒരു കണക്കല്ല, 1458, അത് വലിയ സംഖ്യ തന്നെയാണ്. ഇതിലും കൂടുതൽ ആളുകൾ അനർഹർ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന അല്ലെങ്കിൽ മാസം ശരാശരി 3 കോടിക്കടുത്ത്, 2 കോടിക്ക് മേൽ 3 കോടിക്ക് അടുത്ത് തുക ഈ നിലയ്ക്ക് അനർഹർ മാത്രം വാങ്ങുന്നുണ്ട് എന്ന കണക്ക് കഴിഞ്ഞ ദിവസം കണ്ടെത്തിയ വാർത്ത പുറത്തു വന്നിരുന്നു. അപ്പോൾ ഈ കാര്യത്തിൽ ഈ കേവലം ഈ നടപടികളാണോ, അതിനപ്പുറത്ത് ഇപ്പോൾ ഇവരെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുക എന്നതിനപ്പുറത്ത് കർശനമായ മറ്റു നടപടികളിലേക്ക് കടക്കാൻ സർക്കാർ ആലോചിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും അതിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ ധനവകുപ്പ് കത്തയക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഇവർ അനർഹർ ജോലി ചെയ്യുന്ന വകുപ്പുകൾക്ക് കത്ത് നൽകും. ഇവർക്ക് കൃത്യമായ അച്ചടക്ക നടപടി ഇതിൽ ഉണ്ടാകണം, വകുപ്പ് തല നടപടി ഉണ്ടാകണമെന്നാണ് ധനവകുപ്പ് ഈ കത്തിൽ ആവശ്യപ്പെടുക. നമുക്കിപ്പോൾ ലഭിക്കുന്ന സൂചന പ്രകാരം സസ്പെൻഷൻ അടക്കമുള്ള നടപടികളിലേക്ക് പോകാനുള്ള സാധ്യതയാണ് മുന്നിൽ കാണുന്നത്. മാത്രമല്ല ഈ തുക പലിശയടക്കം തിരിച്ച് ഈടാക്കാൻ ധനവകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട്. അത് ഈടാക്കുക ഇവരുടെ ശമ്പളത്തിലും കൃത്യമായി ഈടാക്കും. അത് ഈടാക്കുക പലിശ സഹിതമാണ്. നിലവിൽ അവർക്ക്
തന്നെ തിരിച്ചടക്കേണ്ടി വരും. കൃത്യമായി തന്നെ അത് ഈടാക്കാനുള്ള നടപടികളും ധനവകുപ്പ് തുടങ്ങിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഉദ്യോഗസ്ഥർക്കെതിരെ ഇവർ മാത്രമല്ല, അർഹരായി ഈ പണം കൈപ്പറ്റിയ ആളുകൾ മാത്രമല്ല നടപടി നേരിടുക, ഇതിന് കൂട്ടുനിന്ന അല്ലെങ്കിൽ ഗൂഢാലോചന കൃത്യമായി തന്നെ ധനവകുപ്പ് പറയുന്നുണ്ട്. അതുകൊണ്ട് റവന്യൂ ഉദ്യോഗസ്ഥരും ഈ പെൻഷൻ നൽകിയ ഉദ്യോഗസ്ഥരും ഇവർക്ക് പെൻഷന് അർഹരാണോ എന്ന് പരിശോധിച്ച ഉദ്യോഗസ്ഥർ ഇവരടക്കമുള്ള ആളുകളുടെ പങ്ക് എന്താണെന്ന് സംബന്ധിച്ച് കൃത്യമായ അന്വേഷണം നടത്തും. അതിനാണ് ഇപ്പോൾ വിജിലൻസ് അന്വേഷണത്തിന് ശുപാർശ നൽകിയിട്ടുള്ളത്. ഈ സംശയകരമായ ഉദ്യോഗസ്ഥരുള്ള വകുപ്പുകളിലെ വിജിലൻസ് കൃത്യമായി ഇത് അന്വേഷിക്കുക മാത്രമല്ല, കൃത്യമായി ഓരോ മാസവും അന്വേഷണ പുരോഗതി അറിയിക്കണമെന്ന് ധനവകുപ്പ് അറിയിച്ചിട്ടുണ്ട്. അത്തരം കടുത്ത നടപടികളിലേക്കാണ് വകുപ്പ് പോകുന്നത്. കാരണം ഇത് സർക്കാർ ജീവനക്കാർ തന്നെ വേല് തന്നെ വിളവ് തിന്നുക എന്നുള്ള ചൊല്ലിനെ അനർത്ഥമാക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഈ സർക്കാർ ജീവനക്കാർ അനർഹമായി പെൻഷൻ കൈപ്പറ്റുന്നത്. അത് വലിയ രീതിയിൽ ഇപ്പോൾ സർവീസ് സംഘടന തന്നെ, ഇപ്പോൾ ജീവനക്കാരുടെ സംഘടന തന്നെ കൃത്യമായി തന്നെ നിലപാട് പറഞ്ഞ് മുന്നോട്ട് വന്നു. ഇപ്പോൾ അർഹരായ ആളുകൾ ഈ പെൻഷൻ വാങ്ങുന്നതായി കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നത്. അപ്പോൾ മറ്റ് പ്രദേശങ്ങളിലേക്ക് കൂടി സൂക്ഷ്മമായ ഒരു പരിശോധനയിലേക്ക് സർക്കാർ കടന്നാൽ കൂടുതൽ ആളുകളെ കണ്ടെത്താൻ കഴിയും എന്നുള്ളത് ഉറപ്പല്ലേ? മാത്രമല്ല, ഇത് വളരെ സാധാരണക്കാരായ പാവപ്പെട്ടവർക്ക് വേണ്ടി അല്ലെങ്കിൽ തീർത്തും അർഹരായ ആളുകൾക്ക് മാത്രം ലഭിക്കണമെന്ന് ഉറപ്പാക്കുന്ന ആ സാമൂഹ്യ നീതി തന്നെ ആ നിലയ്ക്ക് ഉറപ്പാക്കണമെന്ന് ഉറപ്പുള്ള വിഷയത്തിലാണ് ഈ നിലയ്ക്കുള്ള വെട്ടിപ്പും തട്ടിപ്പും നടക്കുന്നത് എന്നുള്ള പ്രശ്നമുണ്ടല്ലോ. അപ്പോൾ കഴിഞ്ഞ ദിവസം ധനമന്ത്രി തന്നെയാണ് നേരിട്ട്, ബാലഗോപാൽ തന്നെയാണ് നേരിട്ട് ഈ വിവരങ്ങൾ മാധ്യമങ്ങളെ ധരിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അപ്പോൾ ഇക്കാര്യത്തിൽ മറ്റുള്ളവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു എതിർപ്പ് ഏതെങ്കിലും പ്രതിപക്ഷ സംഘടനകൾക്കോ മറ്റാർക്കെങ്കിലുമോ ഉണ്ടോ? നിലവിൽ ഈ സംഘടനകൾ അവരുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. നിലവിൽ ഈ പട്ടിക സർക്കാർ പുറത്തുവിട്ടിട്ടുണ്ട്. പക്ഷേ അതിൽ പേരുകളില്ല, എവിടെയാണ് ഏത് വകുപ്പിൽ ഏത് റാങ്കിലാണ് ജോലി ചെയ്യുന്നത് അല്ലെങ്കിൽ ഏത് തരത്തിലാണ് ജോലി എന്ന കണക്കാണ് ഇപ്പോൾ സർക്കാർ പുറത്തുവിട്ടിരിക്കുന്നത്. അതിൻ്റെ എല്ലാ പൂർണ്ണമായ വിവരങ്ങളും പുറത്തുവിട്ടിട്ടില്ല. സർക്കാരിൻ്റെ കയ്യിൽ കൃത്യമായി തന്നെ ധനവകുപ്പിൻ്റെ കയ്യിൽ ആ പേരുകൾ ഉൾപ്പെടെയുണ്ട്. അത് പുറത്തുവിടണം എന്നാണ് ഈ പ്രതിപക്ഷ ജീവനക്കാരുടെ സംഘടനകൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. മാത്രമല്ല, ഈ മുഴുവൻ 1952 എന്ന് പറയുമ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥരെ മുഴുവൻ അവിടെ ഇരുട്ടിൽ നിർത്തുകയാണ്, അവരെ സംശയത്തിൻ്റെ മുന്നിൽ അതിനെ നിലനിർത്തുകയാണ്. അതുകൊണ്ട് ആ പേരുകൾ പുറത്തുവിടണമെന്നാണ് ആവശ്യപ്പെട്ടത്. നിലവിൽ എന്തായാലും ഈ പരിശോധനയെ അല്ലെങ്കിൽ ഇത്തരം പരിശോധനയെ കൃത്യമായി തന്നെ ഈ സംഘടനകൾ സ്വാഗതം ചെയ്തിട്ടുണ്ട്. അവർ പറയുന്നത് ഇത്തരം അനർഹരായ ആളുകൾ ഈ പണം വാങ്ങുന്നത്, നമുക്കറിയാം ക്ഷേമ പെൻഷൻ വാങ്ങുന്നത് അത്രത്തോളം സാധാരണക്കാരിലേക്കാണ് ഈ പണം എത്തേണ്ടത്. അർഹരായ സാധാരണക്കാരിലേക്ക് എത്തണം. അത് സർക്കാർ ഉദ്യോഗസ്ഥർ കൈപ്പറ്റുക, പ്രത്യേകിച്ച് ലക്ഷങ്ങൾ വാങ്ങുന്ന ആളുകൾ വരെ കൈപ്പറ്റുന്നത് അത് ആ രീതി ശരിയല്ല. അത് മുഴുവൻ സർക്കാർ ജീവനക്കാർക്കും ഒരു അപമാനകരമായ രീതിയിലേക്ക് ആ സാഹചര്യം നീളുന്നുണ്ട്. അതൊഴിവാക്കാനായി പേരുകൾ പുറത്തുവിടണമെന്നാണ് പ്രതിപക്ഷ സംഘടനകൾ ആവശ്യപ്പെട്ടത്. നിലവിൽ എന്തായാലും ഈ പരിശോധന സംസ്ഥാന വ്യാപകമായി തന്നെ നടത്താൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. നേരത്തെ നടത്തിയപ്പോൾ തന്നെ 1958 വലിയ കണക്ക് ലഭിച്ചു. അപ്പോൾ തന്നെ ധനമന്ത്രി കൃത്യമായി പറഞ്ഞതാണ്, ഇത് ഇവിടെ നിൽക്കില്ല, കൂടുതൽ ആളുകൾ അനർഹർ ഇനിയും ഈ പട്ടികയിൽ അല്ലെങ്കിൽ ഉണ്ട്, അവരെ കണ്ടെത്താനുള്ള സൂക്ഷ്മമായ നടപടികളിലേക്ക് ധനവകുപ്പ് പോകുമെന്ന് വ്യക്തമാക്കുകയും ചെയ്തതാണ്. ആ സൂക്ഷ്മമായ കണക്കിലേക്ക് കടന്നതിൻ്റെ ഒരു സൂചന തന്നെയാണ്, തെളിവാണ് ഇപ്പോൾ പുറത്തു വന്ന കോട്ടക്കൽ നഗരസഭയിലെ 7ാം വാർഡിലെ ഞെട്ടിക്കുന്ന ഈ കണക്ക്. നിലവിൽ 42 പേർ അവിടെ ഗുണഭോക്താക്കളുണ്ടെങ്കിൽ അതിൽ 38 പേരും അനർഹരാണ് എന്ന ഞെട്ടിക്കുന്ന കണ്ടെത്തലാണ് ഇപ്പോൾ നടത്തിയിട്ടുള്ളത്. എന്തായാലും ഈ പരിശോധന തുടരുമ്പോൾ സംസ്ഥാന വ്യാപകമായി വരുമ്പോൾ കൂടുതൽ ആ കണക്ക് ഇനിയും വലുതാകാനാണ് സാധ്യത. നടപടികളിലേക്ക് സർക്കാർ അത്യന്തം വലിയ നടപടികളിലേക്ക്, കർശനമായ നടപടികളിലേക്ക് പോകുമെന്നാണ് ഇപ്പോൾ ധനവകുപ്പ് തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. ഹർഷൻ, ബിനിലാണ് വിവരങ്ങൾ നൽകിയത്. ഈ സാമൂഹ്യക്ഷേമ പെൻഷൻ വെട്ടിക്കുന്നവരെ കൃത്യമായി കണ്ടെത്താനുള്ള നടപടികളിലേക്ക് ധനവകുപ്പ് കടന്നിരിക്കുന്നു എന്നതാണ് ബിനിൽ നൽകുന്ന വിവരം. കോട്ടക്കൽ നഗരസഭാ അതിർത്തിയിൽ നിന്ന് മാത്രം 38 പേരെ കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ബിനിൽ നൽകിയ വിവരം.